ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ ഒരു ഓണ സദ്യയിലെ വിഭവങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്ന് മുതൽ 25 ദിവസമുണ്ട്. 25 വിഭവങ്ങൾ ആഡ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടും വെയിറ്റ് ചെയ്യുക. ഓരോ ദിവസവും ഓരോ വിഭവങ്ങൾ വരുന്നതായിരിക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ്. അതിനു മുൻപായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോയിൽ വോയിസ് ഓവർ കൊടുക്കുന്നത്. സാധാരണ ഞാൻ വോയിസ് ഓവർ കൊടുക്കാറില്ല. മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് അധികം സംസാരിക്കുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ എന്ത് പറയണം, എങ്ങനെ പറയണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. മാത്രമല്ല, എനിക്ക് എൻ്റെ തന്നെ വോയിസ് കേൾക്കാൻ അത്ര താല്പര്യവുമില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചിട്ടിരിക്കും തുടർന്നുള്ള ഓരോ വീഡിയോസിലും ഞാൻ വോയിസ് ഇടുന്നത്. ഇവിടെ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് തുവരപ്പരിപ്പ് വെള്ളം ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യണം. വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. അതിൽ വെണ്ടക്കായും മുരിങ്ങക്കായും ഞാൻ മാറ്റി വയ്ക്കും. കാരണം അതിന് ചെറിയൊരു വേവേ ഉള്ളൂ. അപ്പോൾ അവസാനം മാത്രമേ ഞാനത് ഇടുള്ളൂ. അപ്പോൾ ഇത് വേവിച്ച് കുക്കർ വിസിലടിച്ച് വേവിച്ചെടുക്കണം. വെണ്ടക്കായ കഴുകിയതിന് ശേഷം മാത്രമേ ഞാൻ നുറുക്കാറുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം കയറും. അപ്പോൾ ആദ്യം കഴുകിയിട്ട് വേണം നുറുക്കാനായിട്ട്. സാമ്പാർ ഉണ്ടാക്കുമ്പോൾ മസ്റ്റായിട്ട് ഉപയോഗിക്കുന്ന 2-3 വെജിറ്റബിൾസ് ഉണ്ട്. അതിലൊന്നാണ് വെണ്ടക്കായ, പിന്നെ മത്തങ്ങ, പിന്നെ കുമ്പളങ്ങ. ഈ 3 വെജിറ്റബിൾസും ഉണ്ടെങ്കിൽ ഞാൻ സാമ്പാർ ഉണ്ടാക്കും. ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുള്ള പച്ചക്കറികളും പരിപ്പും ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ്. നിങ്ങൾ എത്ര വെജിറ്റബിൾസ് എടുക്കുന്നുണ്ടോ അതനുസരിച്ചിട്ട് വേണം സാമ്പാർ പൊടിയും മുളക് പൊടിയൊക്കെ കൊടുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി തീരുമാനിക്കാനായിട്ട്. ഞാനിവിടെ വെണ്ടക്കായ ഇട്ടു. അതിന് ശേഷം ഞാനൊരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടു, 3 ടീസ്പൂൺ സാമ്പാർ പൊടി ഇട്ടു, 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ടു. ഇവിടെ സാമ്പാർ പൊടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ അടുത്ത വീഡിയോയിൽ സാമ്പാർ പൊടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണിക്കാവുന്നതാണ്. ഇവിടെ വെണ്ടക്കായ ഒരു 10 മിനിറ്റ് തിളച്ചാലാണ് വേവുക. ഒരു 10 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കറി ഇറക്കാം. അതിന് മുമ്പായിട്ട് വേപ്പിലയും അതുപോലെ വേണമെന്ന് വെച്ചാൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില അരിഞ്ഞ് ചേർത്താൽ നല്ല മണമാണ്. തമിഴന്മാരൊക്കെ എപ്പോഴും മല്ലിയില ഇടുന്നതാണ്. നല്ല രസമുണ്ട് മല്ലിയില ഇട്ടാൽ. പിന്നെ ഇവിടെ കറി താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിനകത്തേക്ക് കുറച്ച് വറ്റൽമുളകും വേപ്പിലയും ആഡ് ചെയ്യും. എന്നിട്ട് ഞാൻ കറി താളിക്കും. ഇവിടെ കുറച്ച് വീഡിയോ എടുക്കുന്നതിൽ കുറച്ച് പിഴവ് പറ്റിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രതികരണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഓണക്കാലം എന്നെന്നും ഞാൻ നിങ്ങളെ ഓർക്കുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്.